ഒരു 2 ദിവസം മുമ്പ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ന്യൂസ് ചാനലൊക്കെ വന്നൊരു വിഷയമാണ് അമ്മയെയും കുട്ടിയെയും കാണാനില്ല. സംഭവം വേറൊന്നുമല്ല, അവിഹിതമാണ്. വേറെ ആളുടെ കൂടെ ഈ സ്ത്രീ പോയതാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു ഭർത്താവ് ഉള്ളപ്പോ ഒരു ഡിവോഴ്സ് പോലും കൊടുക്കാതെ, പറയുക പോലും ചെയ്യാതെ വേറെ ആളുടെ കൂടെ ഇറങ്ങി പോകുന്ന, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇതേപോലെ ആൾക്കാരൊക്കെ എന്ത് വിളിക്കണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. കുട്ടികൾ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സ്കിപ്പ് അടിച്ചു പോവുക, ഞാൻ ചിലപ്പോൾ തെറി വിളിച്ചുകൊണ്ടിരിക്കും. സംഭവം വേറൊന്നുമല്ല, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറല്, അത്ര തന്നെ ഉള്ളൂ. ഭർത്താവ് ദുബായിൽ നിന്ന് പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു, ഇവരവിടെ ഇരുന്നിട്ട് സുഖിച്ചു വാഴുക. അതിന്റെ ഇടയിൽ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പ് ഓണറുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. ഭർത്താവ് തിരിച്ചു വരിക എന്ന് അറിഞ്ഞപ്പോ നേരെ ഒന്നും പറയാതെ തന്നെ ഈ മൊബൈൽ ഷോപ്പ് ഓണറുടെ കൂടെ ഒളിച്ചോടി. ഇതിൽ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഭാര്യയും 3 കുട്ടികളുണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് ആ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും ഈ മകളെയും ഭാര്യയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഭർത്താവ് വേഗം വീട്ടിലോട്ട് എത്തുകയും പിന്നീട് അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. എന്റെ പേര് ജയ്സൺ. ഞാൻ കിനാലൂർ ഏഴണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് എന്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. അയാൾക്ക് ഈ സംഭവം വ്യക്തമായിട്ട് അറിയാം എന്നുള്ള ഒരു സംസാരമാണ് എനിക്ക് അവിടെ തോന്നുന്നത്. കാരണം ഭാര്യ ഒളിച്ചോടി പോയതിനെയാണ്. എനിക്ക് എന്റെ മകനെ വേണമെന്ന് പറയുമ്പോഴേ എന്തൊക്കെയാണെങ്കിലും അത്രയും മതം പതിച്ച ഗതികെട്ട ഒരു കോടതി നിയമമാണ് നമ്മുടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് തന്നെ ഇപ്പൊ എടുത്ത് ബസ് കണ്ടക്ടറായ രജീഷ് എന്ന് പറഞ്ഞ ആൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മകനെ വിട്ടുകിട്ടണം എന്ന് കണ്ട് പോലും കോടതി അയാൾക്ക് വിട്ടുകൊടുക്കാതെ സ്വന്തം മകനെ ഒളിച്ചോടി പോയ ആ ഭാര്യയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും ആണുങ്ങളെ അടിച്ചമർത്തുകയും സ്ത്രീകൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്ന കോടതി, അതൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതും. പിന്നെ ലീഗൽ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാരണം മകനെ കൂടി ഒപ്പം കൂട്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത് എന്നുള്ളത്. നിയമത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടേ. പറഞ്ഞല്ലോ, സ്ത്രീകൾക്കൊപ്പം നിൽക്കാൻ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ മതി കോടതിക്ക്. ആണുങ്ങളുടെ വാക്കിനും വിലയ്ക്കൊന്നും ഒരു ഇതുമില്ല, പുല്ല് വില. ഇതിനെപ്പറ്റി സംഭവം നേരിട്ട് അറിഞ്ഞ ഒരാൾ സംസാരിക്കുന്നുണ്ട്. അയാൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതൊന്ന് കേൾക്കാം. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. പൊട്ടിയത് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ചേലും അന്തസ് ഉണ്ടെങ്കിൽ ഡൈവോഴ്സ് കൊടുത്തിട്ടേലും നിങ്ങൾ അവിടുന്ന് പോയേനെ. ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇങ്ങനെ പോകരുതെന്നേ പറയാവുള്ളൂ. ഒപ്പം അയാൾക്ക് വിലപ്പെട്ട അദ്ദേഹത്തിന്റെ മകനും കൊണ്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത്. ലേശം ഉളുപ്പ് അത്ര ചോദിക്കാനുള്ളൂ. കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ അതില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാണിക്കുന്നത്. സംഭവം നോക്കിക്കോ, ഇതൊക്കെ കുറച്ച് നേരത്തെ ഒരു സുഖത്തിനും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഈ പോകുന്നത്. അതേപോലെ തന്നെ അവന്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ തട്ടിമാറ്റിക്കോളും. അന്ന് കരഞ്ഞോണ്ട് വരുമ്പോ ഈ ബ്രോനോടിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വീട്ടിക്ക് പിന്നീട് വലിച്ചു കയറ്റില്ലെന്ന്. ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ. സോ സിമ്പിൾ. ഇന്ന് അയാളുടെ, അതായത് ആ മൊബൈൽ ഷോപ്പ് ഓണറുടെ ഭാര്യയും മക്കളെയും മാറ്റി നിർത്തിയിട്ട് നിന്നെ അവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നാളെ നിന്നെ അവിടെ എടുത്ത് മാറ്റാനും അയാൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇതേപോലെ പരിപാടി ഒപ്പിക്കാൻ പോകുന്ന ആൾക്കാരോടേക്ക് പറയാനുള്ളത്, ആ കൊണ്ടുപോയ സ്വർണവും കാര്യങ്ങളെല്ലാം തീരുമ്പോഴേക്കും ആ കഴപ്പങ്ങോട്ട് മാറുമ്പോഴേ കാര്യങ്ങളായിട്ട് പഠിച്ചോളും. അപ്പൊ കരഞ്ഞോണ്ട് വരും, ഇക്ക എന്നെ പഴയ പോലെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അന്ന് അയാൾക്ക് അതിന് കഴിയുമെന്ന് എനിക്കറിയില്ല, കാരണം അത്രയും ഇപ്പൊ വേദനിച്ചിട്ടുണ്ടാവും. ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാള് അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. ഇതന്നെ നമ്മളും പറഞ്ഞുള്ളൂ. വീട്ടിൽ മന്തിരിക്കുമ്പോ ചില ആൾക്കാർ ബിരിയാണി തേടി പോവും. അല്ലെങ്കിലും വെറുതെ കിട്ടുന്ന സാധനങ്ങളൊന്നും ആർക്കും വേണ്ടല്ലോ അല്ലെ. ഇതേപോലത്തുള്ള വള്ളികളെനൊക്കെ മുമ്പേ കൂട്ടി മനസ്സിലാക്കി കൂടെ കൂട്ടാന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ ആ സ്ത്രീനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. സ്വന്തം ഭാര്യയും 3 മക്കളും ഉണ്ടായിട്ട് വേറൊരാളുടെ ഭാര്യയെ നോക്കിക്കഴിഞ്ഞാൽ അയാളെയും ഇതിൽ പ്രതി ചേർക്കണം. ഇങ്ങനെ പോകുന്ന ഒരു നല്ലൊരു പങ്കും എന്താണ് ഈ മുസ്ലിങ്ങളായിട്ട് മാറാൻ കാരണം താത്തമാരാണ് ഈ പോണത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഏതെങ്കിലും മതത്തിന് കുറ്റം പറഞ്ഞതല്ലട്ടാ. താത്തമാരാണ് അത് പോകുന്നത് പറയണോ, എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ എടുത്ത് തന്നെ ഉണ്ടാക്കിയ ശ്രീജേഷ് എന്ന് പറയുന്ന ആളുടെ കേസിൽ അതൊരു ഹിന്ദു ആണ്. ഇപ്പൊ കഴപ്പുള്ളവർക്ക് ഇന്ന ജാതി മതം അങ്ങനെയൊന്നും ഇല്ല. അത് എല്ലാ കാര്യത്തിലും, അത് എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ഉണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മതം വെച്ചിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെയുള്ള മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിക്കാൻ വരെ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഈ ബ്രോ ഇപ്പൊ കേസിന് പോയി കഴിഞ്ഞാൽ ആ മൊബൈൽ ഷോപ്പ് ഓണർ കുടുങ്ങും.
മാരേജ് കഴിഞ്ഞ ആൾക്കാരുടെ ഇടയിൽ വന്നത് ഇതേപോലത്തെ അവിഹിതങ്ങൾ സ്ഥാപിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പ് ഇപ്പൊ ഉണ്ട്. ഒരു 5-8 കൊല്ലം അകത്ത് കിടക്കേണ്ട വകുപ്പും നല്ല രീതിയിലൊരു പിഴയും ചുമത്തി കിട്ടും കയ്യിൽ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ഈ കടി അവരുടെ കൂടി പോയി 1-2 മാസം ഉണ്ടാവും, അതാ കൊണ്ടയ സ്വർണം തീരുന്നവരെ. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്, ആ ഭാര്യയുടെ ശാപം തന്നെ പോലെ നിങ്ങളുടെ ലൈഫ് തകരാൻ. നോക്കാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു നല്ല കുഴിമന്തി, നല്ലൊരു ബിരിയാണി നമ്മളിങ്ങനെ കഴിക്കും, അതിങ്ങനെ കാണുമ്പോൾ വിശന്നിരിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും തിന്നുകണ്ട് കഴിഞ്ഞാലേ 1 മണിക്കൂർ കണ്ട് കഴിഞ്ഞാൽ ആ സാധനം കാഷ്ടമായിട്ടാണ് പോകേണ്ടി വരും. അത് പോയില്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. കാരണം ഇത് തിന്നുമ്പോഴും അതിനിങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ, മന്തി ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ അത് കാണാനൊരു രസമാണ്. അതിങ്ങോട്ട് തിന്നുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അനുഭൂതിയാണ്. തീറ്റ കണ്ട് കഴിഞ്ഞ് ലേശം കണ്ട് ഓവറായാലും വയറൊക്കെ കൊണ്ട് വേദന ആയാലും നമുക്ക് തിന്ന ലേശം കൂടിപ്പോയോ, ഇത് തിന്നല് കഴിഞ്ഞാൽ ഈ സാധനം കളയേണ്ടി വരും. അത് വേസ്റ്റായിട്ട്, വൃത്തികേടായിട്ട്, മണമായിട്ട്, വൃത്തികെട്ട മണമാണ്. ഇതേപോലെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ. അവളെ ഒരിക്കലും സ്ത്രീയായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ആ കുട്ടിയുടെ ജീവിതം കൂടിയാണ് ഇപ്പൊ നശിപ്പിച്ചിരിക്കുന്നത്. നാളെ ആ ചെക്കന് ആ സമൂഹത്തിന്റെ മുമ്പിൽ എന്ത് വില ഉണ്ടാവും? ഇതൊന്നും ഇവരെ ആലോചിക്കുന്നില്ല. ആ കുട്ടിയുടെയും നിങ്ങളുടെ ഭർത്താവിന്റെയും സമാധാനം നശിപ്പിച്ചിട്ട് നീയൊക്കെ എവിടെ പോയാലും അനുഭവിച്ചേ തീരുള്ളൂ. ഇതേപോലെ പോയ ആൾക്കാർ ഇതേപോലെ തിരിച്ചു വന്ന ചരിത്രമുണ്ട്. എന്നെ പഴയ പോലെ കാണണം, തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഇതേപോലെ അതിനൊരു വേസ്റ്റ് ആയി കണ്ടിട്ട് നിങ്ങൾ പെരുമാറണം എന്നേ എനിക്ക് ആ ബ്രോനോട് പറയാനുള്ളൂ. പിന്നെ ഭർത്താവിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഭാര്യ ക്ഷമിക്കും, ഭാര്യയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഭർത്താവ് ക്ഷമിക്കല്ലേ വേണ്ടത്. അതല്ലടോ ലൈഫ്. അസുഖങ്ങളാണെങ്കിൽ നമ്മൾ ക്ഷമിക്കില്ലേ? അതേപോലെ പല കുറവുകളും പല മനുഷ്യർക്കും ഉണ്ടാവും, പെരുമാറ്റത്തിൽ പ്രശ്നം. ഇനി ഒട്ടും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്താണെങ്കിൽ മാന്യമായ രീതിയിൽ വിട്ടൊഴിഞ്ഞിട്ട് പോയിട്ട് വേറെ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളും കുഞ്ഞിനെയൊക്കെ എടുത്ത് പോകുന്നത് കുഞ്ഞിന്റെയും ഭാവി ഇല്ലാതാവും. ഒരുപാട് പേര് വഷളാവാന് കാരണം ഇനിയിപ്പോൾ ആ ഭാര്യ വന്നാൽ ഈ ഭർത്താവ് തിരിച്ചു കൊടുക്കുമോ? അപ്പൊ കുഞ്ഞിന്റെ ഭാവി അടക്കം ഇല്ലാതാവാണ്. ഇത്തരം ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സ്ത്രീകളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ കുറെ പ്രയാസങ്ങളുണ്ട്, ഇങ്ങനത്തെ സുഹൃത്തുണ്ടോ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനോ എൻ്റെ കൂടെ ജീവിക്കും. നിങ്ങളുടെ ഉള്ളിൽ അന്തക്കടായിട്ട് കുറേ നല്ല സ്വപ്നങ്ങളായിരിക്കും, പക്ഷെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യം. അവസാനമായിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഇടയിൽ ആരോ ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, മാരേജ് കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു മൂന്നാമതൊരാളെ അറിയിക്കുകയോ അവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ ചോദിക്കുകയോ ചെയ്യരുത്. കാരണം ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ളത് നിങ്ങൾ തന്നെയാണ്. അവിടെ 3rd പേഴ്സൺ ലൈഫിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും. ഇപ്പൊ എന്താ ഉണ്ടായി? ആകപ്പാടെന്ന് അറിയില്ലേ, ഫേസ് അടക്കം റിവീലായി. ഇനി എവിടെ പോയാലും ആൾക്കാർ നിങ്ങളെ തിരിച്ചറിയും, മൊട്ടടിച്ചാൽ പോലും. ഈ ഒരു ടോപ്പിക് കാണിക്കണമെന്ന് തോന്നി. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക, ഒരാളുടെ ജീവിതം വെച്ച് കളിക്കരുത് എന്നുള്ളത്. അത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ ടോപ്പിക്കിനോട് നിങ്ങൾ തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.